നമസ്കാരം. ഈ സിനിമ എൻ്റെ മോനാണ് ശരിക്കും പറഞ്ഞത്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ഈ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഈ പറക്കും തളിക നല്ല ഒന്നാം തരം ഒരു കോമഡി പടം. ഇനിയും ആ പടം TV-യിൽ വന്നാൽ ഞാൻ കാണും, നിങ്ങൾ കാണത്തില്ലേ? അതോ ദിലീപ് അഭിനയിച്ചത് കൊണ്ട് ഇനിയും ആ സിനിമ ഞാൻ കാണത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നതിനകത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. അതല്ല, ഇനിയും ആ സിനിമ കാണും, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും TV-യിൽ അത് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണും, അതൊരു എൻ്റർടൈനറാണ്, ഞാൻ ആ പടം കാണുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്കണേ. ചില ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ, ദിലീപ് അഭിനയിച്ച പടം ഇനി അത് പറ്റത്തില്ല, അത് ബഹിഷ്കരിക്കണം, ദിലീപ് അപ്പം TV-ക്കകത്തുനിന്ന് ചാടി വന്ന് എന്നെ കയറി പിടിക്കും, അതുകൊണ്ട് ഞാൻ ആ സിനിമ കാണത്തില്ല. ഈ മൂടുള്ള ചില ആൾക്കാർ സത്യം പറഞ്ഞ പുച്ഛം തോന്നുന്നു അവരോടൊക്കെ. എന്തോ വലിയ കാര്യം നേടിയ രീതിയിലാണ് അവർ ചില ചാനലിൻ്റെയൊക്കെ മുമ്പിൽ വന്നിട്ട്. എനിക്ക് സീരിയസ്ലി പുച്ഛം തോന്നുന്നു അവരുടെ വർത്താനമൊക്കെ കേൾക്കുമ്പോൾ. നിങ്ങൾ അറിഞ്ഞു കാണും, ഇന്നലെ ഒരു ബസ്സിൽ ഈ പറക്കും തളിക, KSRTC ബസ്സിലാണ് ഈ പറക്കും തളിക എന്ന് പറയുന്ന സിനിമ ഇട്ടേക്കുമായിരുന്നു. ഒരു ചേച്ചി അങ്ങോട്ട് ചാടി എണീറ്റിട്ട്, പറ്റത്തില്ല, ഞാനിപ്പോൾ ഇറങ്ങും ഈ ബസ്സിൽ നിന്ന്, അടുത്ത സ്റ്റോപ്പിൽ എനിക്ക് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഇപ്പം ഇത് മാറ്റണം. അങ്ങനെയൊക്കെയുടെ ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ. കണ്ടക്ടർ പറഞ്ഞു, ചേച്ചി മാറ്റാൻ പറ്റത്തില്ല, അടുത്ത സ്റ്റോപ്പിൽ ചേച്ചി ഇറങ്ങിക്കോ. ഉടനെ ആ ചേച്ചി അവിടെ ഇരുന്ന സ്ത്രീകളെയൊക്കെ മറ്റേ പിരികേറ്റിയിട്ട്, സ്ത്രീകളെല്ലാവർക്കും എതിരാണ് ഈ സിനിമ നിർത്തിയ. എന്ത് കാര്യത്തിന് പ്രിയപ്പെട്ടവരെ, ഈ സിനിമ എന്ന് പറയുന്ന സാധനം ഇത് ഒരു എൻ്റർടൈനറായിട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി, മനസ്സിലായില്ലേ? അതിനകത്ത് അഭിനയിക്കുന്നവർക്ക് നല്ല കാശ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ സന്തോഷിച്ചങ്ങ് ജീവിക്കും. പിടികിട്ടിയോ? ഇതിൻ്റെ പേരിൽ ഈ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അകത്തു പോയില്ല, അല്ലെങ്കിൽ ദിലീപിനെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് ചുമ്മാ വാക്ക് തർക്കങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അത് പിന്നെ ഒരു കയ്യാങ്കളിയിലേക്ക് പോയി കഴിഞ്ഞാൽ നഷ്ടം നമുക്കായിരിക്കും, മനസ്സിലായില്ലേ? നഷ്ടം നമുക്കായിരിക്കും. ഈ അഭിനയിക്കുന്ന നടീനടന്മാർക്ക് അവർക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല, നമുക്കേ പോകത്തുള്ളൂ. അതൊന്ന് പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കണം. ചില ആളുകൾ, അത്യാവശ്യം ഈ വീഡിയോ കാണുന്നവർക്ക് ബുദ്ധിമൂലമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ചില ആളുകൾ ഉണ്ടേ നമ്മുടെ നാട്ടിൽ. അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ അല്ലെങ്കിൽ ഒരാളുടെ ഒരു പ്രകടനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറഞ്ഞ പോലെ ഇന്നലെ ഒരു KSRTC ബസ്സിലെ അംഗമാണ്, എന്നിട്ട് അവർ വലിയ രീതിയിൽ കഥയും പറയുന്നുണ്ട്, നമുക്കിതൊന്ന് കാണാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ മഞ്ജു ചേച്ചിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, വരട്ടെ. ഇതൊന്ന് കാണും നിങ്ങൾ ആദ്യമേ, നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. ഇതിനകത്തൊരു ചേച്ചി, ആ ചേച്ചി ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്, കേട്ടോണേ. അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി പറയുന്നത് വേറെ കാര്യങ്ങളാണ്, അതായത് നേരെ ഓപ്പോസിറ്റ് കാര്യം. ഈ ചേച്ചി ഈ വഴക്കുണ്ടാകുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വഴക്കുണ്ടാകുമ്പോൾ ചേച്ചി പറയുന്നു സ്ത്രീകൾ എതിരാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചാനലിനോട് പറയുമ്പോഴത്തേക്ക് ആ ചേച്ചി പറയുന്നു സ്ത്രീകൾ മാത്രമൊന്നുമല്ല, ഞാൻ ചില പുരുഷന്മാരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. സത്യം പറഞ്ഞാൽ അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. ഇത് നിങ്ങൾ കാണും, എന്നിട്ട് ഞാൻ പറയാം. അതെ, ഒത്തിരി പേരുണ്ടാവും ഇവിടുത്തെ വിഷയം എന്താ? ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്നേ പറഞ്ഞുള്ളൂ. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഞങ്ങള് വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഞങ്ങള് വനിതകൾക്ക് ഈ സിനിമ കാണാൻ അതിനകത്ത് താല്പര്യമില്ല, അത്രേ ബാക്കി നമുക്ക് കേൾക്കാമേ. പിന്നെ ചേച്ചി ഇനിയും കഥ പറയുന്നതാണ്. ചാനലിനോട് ചേച്ചിയുടെ ചാനലുകാർ ചെല്ലുമല്ലോ ചേച്ചി അടുക്കിലോട്ട്. ചേച്ചി മറ്റേ രോക്ഷാകുലയായി ചാടി എണീറ്റതാണല്ലോ. ചേച്ചി അവിടെ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഞാനിവിടെ വനിതകളോടൊക്കെ ചോദിച്ചായിരുന്നു എന്നാ ചേച്ചി അവിടെ പറയുന്നുണ്ട്. വനിതകളോടാണ് ചോദിച്ചതെന്ന് അവരുടെ വായിന്ന് തന്നെ അവരുടെ ഇതുകൊണ്ട് ആ വഴക്കിൻ്റെ ഇടയ്ക്ക് ആരോ പുറകിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വഴക്കിൻ്റെ ഇടയ്ക്ക് അവർ പറയുന്നത് വനിതകളോട് ഞാൻ ചോദിച്ചു, വനിതകളെല്ലാം എനിക്ക് സപ്പോർട്ടാണ്, സിനിമ ഓഫ് ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ മറ്റേ ചൂടാവാൻ തുടങ്ങി. കോടതിയിൽ നിന്ന് വിധി വന്നു, പിന്നെ എന്താണ് നിങ്ങൾക്ക് കുഴപ്പം, സിനിമയല്ലേ എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ആൾക്കാർ, ഒരു ചേട്ടൻ്റെ അപ്പുറത്തുനിന്ന് മറ്റേ ചാടി എണീറ്റൊക്കെ വരുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല എന്തിന് ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞു എന്തിനാടോ? സാധാരണക്കാരാ നമ്മളെല്ലാവരും, നമ്മുടെ ഇടയ്ക്ക് എന്തിനാ ഇതിൻ്റെ പേരും പറഞ്ഞ് വഴക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിന്? നമുക്കെന്താ ഇതിനകത്തൊന്നും കിട്ടാൻ പോകുന്നു? ഒന്നും കിട്ടാൻ പോകുന്നില്ല. പിടികിട്ടിയോ? ചില സിനിമ ആൾക്കാർ, ചില ചേച്ചിമാരൊക്കെ വലിയ ഘോരം പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടു. വനിതകൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട്. എടേ,
എടേ അവരൊക്കെ നാളെ നമുക്ക് ചേച്ചിമാരെ നിങ്ങളോടാണ്, നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സിനിമാക്കാരൊക്കെ വരുമോ? നിങ്ങൾക്ക് നീതി മേടിച്ചു തരാൻ വരുമോ? എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നമ്മളെ കാണുള്ളൂ. പിടികിട്ടിയോ? അല്ലാതെ ഈ സിനിമാക്കാരൊന്നും ഇറങ്ങി വരത്തില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇങ്ങനെയുള്ള വഴക്കുകൾ, ഒരു സിനിമ അവിടെ എന്തിന്റെ പ്രശ്നം, എന്തിന്റെ കടിയാണ് ഇതൊക്കെ? ആ ചേച്ചിക്കും അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒക്കെ അത് കാണണ്ടെങ്കിൽ കാണണ്ട, തിരിഞ്ഞങ്ങ് ഇരുന്നേക്കണം. മനസ്സിലായോ? കാണണ്ടവരവിടെ കണ്ടോട്ടെ. ഒരു സിനിമയല്ലേ, അതൊരു കോമഡി പടമല്ലേ, കണ്ട് ചിരിക്ക്. അതൊക്കെയാ ചെയ്യേണ്ടത്. അല്ലാതെ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കട്ടെ. ഞാൻ യോജിക്കുന്നു. പിടികിട്ടിയോ? യോജിക്കാം നിങ്ങളുടെ പ്രതിഷേധങ്ങളോട്. പക്ഷെ ഇതൊക്കെ അനാവശ്യമായിട്ടുള്ള പ്രതിഷേധങ്ങളാ. ഒരു സിനിമ അത് പബ്ലിക്കിൽ ഒരു എന്താണ്, ഒരു ബസ്സിലാണ് ഇട്ടത്. അവിടെ കാണാൻ ആഗ്രഹിക്കുന്നവർ കാണും, കാണണ്ട എന്ന് വെച്ചിരിക്കുന്ന ആളുകൾ കാണും. കാണാത്തവർക്ക് തിരിഞ്ഞങ്ങ് ഇരിക്കുക. അതവരവിടെ ഇട്ടു, അത് കാണേണ്ടവർ കണ്ടോളും. അല്ലാതെ അതിൻ്റെ പേരും പറഞ്ഞ് വഴക്കെന്നൊക്കെ പറയുന്നത് എന്തിന്? ഇനി ഈ ചേച്ചി കുറച്ച് കഥ പറയുന്നുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. നിങ്ങളത് കേട്ടോ. ബസ്സിൽ പ്രതിഷേധിച്ച ഒരാളാണ് SUCI പ്രവർത്തകയും റിസർച്ച് സ്കോളറുമായ ലക്ഷ്മി ശേഖർ, പത്തനംതിട്ട സ്വദേശിനിയാണ്. എന്താണ് ബസ്സിൽ സംഭവിച്ചത്? ഞാൻ ഫാമിലിയുമായിട്ട് കേശവദാസപുരത്തു നിന്നാണ് ഇന്നലെ ബസ് കയറിയത്. അത് ശരിക്കും അടൂര്, പത്തനംതിട്ടയ്ക്ക് വരേണ്ട ആളാണ്. കൽപ്പറ്റ ബസ്സായതുകൊണ്ട് അടൂര് ഇറങ്ങാമെന്നാണ് കരുതിയത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കരുതിയിരുന്നപ്പോഴാണ് ഈ സിനിമ, എൻ്റെ മോനാണ് ശരിക്കും പറഞ്ഞത്. 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മേ ഈ വഷളൻ്റെ സിനിമയാണല്ലോ ഇതിനകത്ത് ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ. 8ാം ക്ലാസ് ആ പയ്യൻ ചേച്ചിയോട് ചോദിച്ചല്ലേ, ഈ വഷളൻ്റെ സിനിമയാണല്ലോ? എൻ്റെ പൊന്നു ചേച്ചി, ആ പയ്യനൊക്കെ നിങ്ങൾ എന്താണ് അപ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഒരു എന്താ റിസർച്ച് സ്കോളറോ സംതിങ്, അവർ അത്യാവശ്യം നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിമനാണ് അവർ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ മോന് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതും ആ കൊച്ചു പയ്യനെ കണ്ട, വലിയ സ്കൂളിൽ പഠിക്കുക, അതിന് പറഞ്ഞു കൊടുക്കുന്നതാണ്, മോനെ ആ മാമൻ വഷളനാണ്. എന്തുവാ ചേച്ചി ഇത്? ഇതൊക്കെയാണോ മോൻ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്നത്? നിങ്ങളൊരു നല്ല ഒന്നാം തരം ഇഞ്ചക്ടറാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബാക്കി നിങ്ങൾ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. ഇവർ നേരത്തെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, ഇവരവിടെ കിടന്ന് ഒച്ചത്തിൽ പറയുന്നത് സ്ത്രീകൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ട്, അവർ പറഞ്ഞു ഇത് കാണണ്ടെന്ന് എന്നാണ് അവരവിടെ പറയുന്നത്, നമ്മൾ കേൾക്കുന്നത് ആ സ്പോട്ടിൽ. ഇപ്പോൾ ഇവർ ഈ മാധ്യമത്തിനോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് വേറെയാണ്, കേൾപ്പിക്കുക. പക്ഷെ അതിന് മുമ്പ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ചേച്ചി ഈ കോടതി ലൈക്ക് ഇനിയും അവർ അപ്പീൽ പോകും, ഹൈക്കോർട്ടുണ്ട്, സുപ്രീം കോർട്ടുണ്ട്, പോകട്ടെ, അവിടുന്ന് വിധി വരട്ടെ. അതിന് മുമ്പ് ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരോടൊക്കെ എന്തിനാ ചേച്ചി ഈ കഥ പഠിപ്പിച്ചു കൊടുക്കുന്നത്? എന്ത് കാര്യത്തിന്? അവരവരുടെ ആ ഒരു ചെറുപ്പകാലം അവർക്ക് പഠിക്കാനുള്ളത് പഠിച്ച് സിനിമകൾ കണ്ട്, ഈ സിനിമ ഈ പറക്കും തളിക എന്നൊക്കെ പറയുന്ന കോമഡി പടം, അതൊക്കെ നല്ല തമാശകളുള്ള സിനിമയാണ്. അവർ സിനിമയായിട്ട് കാണാൻ പഠിക്കട്ടെ. അല്ലാതെ പേഴ്സണൽ ലൈഫ്, മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് അത് ഒരു സിനിമയിലേക്ക് കൊണ്ടുവന്ന് അത് എങ്ങനെയാണ് നിങ്ങളതിനെ ഡീവിയേറ്റ് ചെയ്ത് വിടുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു ആളല്ലേ. സിനിമയും പേഴ്സണൽ ലൈഫും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്യിപ്പിക്കാതെ ആ ചെറുക്കനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, മോനെ ജീവിതം വേറെ, ഇത് സിനിമയടാ, കണ്ടുപിട്, അത്രേ ഉള്ളൂ. നീ ആരെയും എടുത്ത് ഈ സിനിമ കണ്ടു എന്ന് പറഞ്ഞ് അതിനകത്തെ ആക്ടേഴ്സിനെ നീ എടുത്ത് അങ്ങോട്ട് തലയിൽ വെച്ച് പൂജിക്കാനോ നിൽക്കണ്ട. അതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലേ? ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ആ മാമൻ വഷളനാ കേട്ടോ, അവൻ ജീവിതത്തിലൊക്കെ വഷളനാ, അതുകൊണ്ട് അവൻ്റെ സിനിമയൊന്നും നമ്മൾ കാണാൻ പാടില്ല. നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ചേച്ചി ജീവിക്കുന്നത്? ചേച്ചി വിദ്യാഭ്യാസം ഉണ്ടായിട്ട് ഇങ്ങനെയുള്ള ആളുകളാണ് പ്രൂവ് ചെയ്യുന്നത്. വിദ്യാഭ്യാസം കൊണ്ടൊന്നും കാര്യമില്ല. വിവേകം അത് വേറെ. നമുക്ക് ബാക്കി കേൾക്കാം ഇനി ചേച്ചി പറയുന്നത്. ആണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പം പിന്നെ അത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം 2.5 മണിക്കൂർ അടൂര് വരെ ഇരുന്ന് ഈ സിനിമ കാണുക എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഞാൻ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ വന്നപ്പോൾ, സാറേ എനിക്ക് ഈ 2.5 മണിക്കൂർ ഈ സിനിമ കണ്ടുകൊണ്ട് ഈ ബസ്സിനകത്ത് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ ഫാമിലിക്ക്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകിൽ ഈ സിനിമ നിർത്തണം, അല്ലെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഞങ്ങൾ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നാൽ ശരി നിങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ടിക്കറ്റ് വട്ടപ്പാറയ്ക്ക് ടിക്കറ്റ് തരികയാണ് ചെയ്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ കണ്ടക്ടർ ചെയ്തത് തെറ്റ്. ആ സ്പോട്ടിൽ ഇവരെ അവിടെ നിന്ന് ഇറക്കി വിടണമായിരുന്നു. അതായിരുന്നു പുള്ളി ചെയ്യേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അവർ പറയുന്നത് കേട്ടോ, 2.5 മണിക്കൂർ ഈ സിനിമ ഇരുന്ന് കാണാൻ പറ്റും, അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന്. എന്തുവാ ചേച്ചി
ആ ഒരു ബസ്സിൽ നിങ്ങളെ തൊട്ടിപ്പുറത്തെ സീറ്റിൽ ദിലീപ് എന്ന് പറയുന്ന നടൻ വന്ന് കയറി ഇരുന്നൊന്നും ഇല്ലല്ലോ. അല്ല, അങ്ങനെ ആ നടൻ വന്ന് നിങ്ങളുടെ ആ ഒരു ബസ്സിൽ കയറി ഇരുന്നായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ ആ ബസ്സിൽ നിന്ന് പുള്ളിയെ ഇറക്കി വിടണം എന്ന് പറയുമായിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങി അങ്ങ് പോകുമായിരുന്നോ? അല്ല, ഇത് പണ്ടത്തെ മറ്റേ ഐത്തം തൊട്ട് തീന്തൽ പരിപാടിയൊക്കെ ഇല്ലേ, ഏതാണ്ട് അതുപോലെയാണ് ഇവർ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തിന് സിനിമയായിട്ട് കാണൂ പ്രിയപ്പെട്ട ചേച്ചി, അല്ലാതെ അയ്യോ ഈ മതം കുത്തിയിളക്കി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതുപോലെ അതിൻ്റെ വേറൊരു ഐറ്റമാണിത്. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. 2.5 മണിക്കൂർ ഇരുന്ന് കാണാൻ പറ്റത്തില്ല. കണ്ണടച്ചങ്ങ് ഇരുന്നേക്ക്, നിങ്ങൾ കാണണ്ട, തീർന്നില്ലേ, ബാക്കി കാണാം നമുക്ക്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഈ അതിജീവിതയോടൊപ്പം അവൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സുകൊണ്ട് മാത്രമല്ല, നമ്മളൊരു പ്രതികരണം കൊണ്ട് നമ്മൾ ഒപ്പം നിൽക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടോ, ദിലീപിൻ്റെ ഈ സിനിമ കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം വനിതകൾ ഒന്നടങ്കം ഈ സിനിമ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, വനിതകൾ മാത്രമല്ല, അതിനകത്തിരുന്ന മധ്യവയസ്കരായിട്ടുള്ള ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് ഈ സിനിമ ഞങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ ശക്തമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ഒറ്റയ്ക്കായി പോകുന്നു ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര നേരം ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രതികരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടക്ടറോട് പറഞ്ഞ് ഇതിനകത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും 99% പേർക്ക് ഈ സിനിമ കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങളിത് നിർത്തണമെന്ന് ഞങ്ങൾ കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു. അപ്പം കണ്ടക്ടർ തുടക്കത്തിൽ നിരസിച്ചിരുന്നെങ്കിലും ബഹുഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം മാനിച്ച് അദ്ദേഹം അത് നിർത്തുകയാണ്. നിർത്തി, ഓക്കെ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ദിലീപിനെതിരെ അല്ലെങ്കിൽ ദിലീപിനെ കല്ല് വലിച്ചെറിയുക എന്നാണോ ചേച്ചി, പ്രിയപ്പെട്ട ചേച്ചി, അങ്ങനെയാണോ? നിങ്ങൾ ആലോചിക്കണം, സിനിമ ആളുകളുടെ ഇടയ്ക്കിൽ നിന്ന്, അവരുടെ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന്, അങ്ങനെ വേണമെങ്കിൽ പറയാം, ആ ഒരു ലോകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന സാധാരണക്കാരായ എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ നിങ്ങൾ? അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ ദിലീപിനെതിരെ, അയാളുടെ സിനിമ ഇനി വേണ്ട. എന്തുവാണ് ഇത്? അല്ല, എന്തുവാ ഇത്? ചുമ്മാതാണോ ഒരു ഭൂരിഭാഗം കുറേ ആളുകൾ ആ പുള്ളിയുടെ പുറകെ ഇപ്പോൾ പോകുന്നത്? എനിക്കറിയത്തില്ല പുള്ളി തെറ്റുകാരനാണെന്നോ പുള്ളി നിരപരാധിയാണെന്നോ, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ എൻ്റെ ഒരു ചോദ്യമായത്, ഇങ്ങനെയൊക്കെ അയാളെ ദ്രോഹിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പുള്ളിക്കെതിരെ നിന്ന് പരിപാടികൾ നടത്തുമ്പോൾ ഒരു ഭൂരിഭാഗം ആളുകളും പുള്ളിയുടെ സൈഡിലോട്ടങ്ങ് പോകും. മനസ്സിലായില്ലേ? പുള്ളി തെറ്റുകാരനാണെങ്കിലും തെറ്റുകാരനല്ലെങ്കിലും പുള്ളിയുടെ സൈഡിലോട്ട് പോകും. കാരണം എന്താ, സാധാരണക്കാരിയായിട്ടുള്ളൊരു ചേച്ചിയാണ് പറയുന്നത്, അവൾക്കൊപ്പമാണ്, അതുകൊണ്ട് അവൻ്റെ സിനിമ കാണാൻ പറ്റത്തില്ല. അതെന്ത് വർത്താനം അത്? ചേച്ചി അത്യാവശ്യം PhD എന്തൊക്കെയോ ഉണ്ടല്ലോ, റിസർച്ച് സ്കോളറോ സംതിങ്, വാട്ട് എവർ, എന്താണെങ്കിലും എഡ്യൂക്കേറ്റഡ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വ്യക്തി പറയേണ്ട കാര്യങ്ങളാണോ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾക്ക് കാണണ്ടെങ്കിൽ കാണണ്ട, അത്രേ ഉള്ളൂ. പിന്നെ അവർ പറയുന്നത് കേട്ടല്ലോ, ഭൂരിഭാഗം കുറെ ആണുങ്ങളും മധ്യവയസ്കരും ഒക്കെ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ അവിടെ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങൾ പറയുന്ന ഭൂരിഭാഗം സ്ത്രീകൾ, ഞാൻ സ്ത്രീകളോടെല്ലാം ചോദിച്ചു. അപ്പം നിങ്ങൾ ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക്, ആ സിനിമ അവിടെ പ്ലേ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കണ്ടക്ടറോട് സംസാരിച്ചു. കണ്ടക്ടർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അതിനുശേഷം കിട്ടിയ ഗ്യാപ്പിൽ നിങ്ങൾ അവിടെ ഓടി നടന്ന് അവിടെ ഇരുന്ന് സ്ത്രീകളോട് മൊത്തം ചോദിക്കുമായിരുന്നു അല്ലേ? വളരെ എങ്ങനെയാ, നമുക്ക് പ്രതീക്ഷിച്ചാലോ, ദിലീപിന്റെ പടം നിർത്തിച്ചാലോ എന്ന് ഓടി നടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ? അല്ല, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയണ്ടേ, ഇതിനെയൊക്കെ ക്രിമികടിയെന്നോ ഒക്കെ പറഞ്ഞാൽ മതിയോ? ഇതൊക്കെ കുറച്ച് കൂടുതലാണ്, മനസ്സിലായില്ലേ? ഇതൊക്കെ കുറച്ച് കൊഞ്ചം ഓവറാ എനിക്ക് തെറിയത്. നിങ്ങൾക്ക് അങ്ങനെയാണോ തോന്നുന്നത് പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? ആ പുള്ളി തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അങ്ങനെ തന്നെ ഞാനും പറയാം, ശിക്ഷിക്കപ്പെടട്ടെ, അതിനകത്തൊന്നും ഒരു തെറ്റും ഇല്ല. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? നിങ്ങൾ ആ പുള്ളിയുടെ ഒരു സിനിമ റിലീസാവാൻ പോകുന്നു, ഇനിയും അടുത്തത് ഇനി മൊത്തം അതായിരിക്കും. ആ സിനിമ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, അവൾക്കൊപ്പം സിനിമ നശിപ്പിക്കണം. എന്തുവാണ് ഇത്? ലിറ്ററലി ഇത് വളരെ ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല ചീപ്പായിട്ട് തോന്നുന്നുണ്ട് ഈ പരിപാടിയൊക്കെ. മാധ്യമങ്ങളാണെങ്കിൽ ഇത് ഏറ്റെടുത്ത് ആഘോഷിക്കുക. ദിലീപിനെതിരെ ജനങ്ങളും തുടങ്ങി, ദിലീപിനെതിരെ ജനങ്ങളും പ്രതികരിക്കുന്നു. ഇതൊക്കെയാണോ പ്രതികരണം? ഇതാണോ പ്രതികരണം? ഒരു സിനിമ, ഒരു കോമഡി പടം, ഞാൻ ഒരു 90s കിഡാണ്, നമ്മളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് ആഘോഷിച്ചൊരു സിനിമ, അതിനകത്ത് അഭിനയിച്ചവരെ വിടൂ, ആ സിനിമയുടെ സ്ക്രിപ്റ്റ്, നമ്മളെ ആ സിനിമ സന്തോഷിപ്പിച്ച ദിവസങ്ങൾ,
ഇല്ലേ? ഇപ്പോഴും ആ സിനിമ വരുമ്പോൾ ഞാൻ തുടക്കം തൊട്ട് പറയുന്നത്, നമ്മൾ കാണും, നമ്മൾ കൈയടിക്കും, ചിരിക്കും. സിനിമയെ അങ്ങനെ എടുത്താൽ പോരെ? സിനിമയെ അങ്ങനെ കണ്ടാൽ മതി. കൂടുതലായിട്ട് എടുത്ത് ആരെയും തല വെച്ച് ഡാൻസ് കളിക്കാനോ നിൽക്കണ്ട. മനസ്സിലായില്ലേ? ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിത് കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അതും പറഞ്ഞോ കേട്ടോ. നിങ്ങൾ പറഞ്ഞോ, അതായത് പറ്റത്തില്ല, ദിലീപിന്റെ സിനിമ ഒന്നും ഇനിയോടെ വേണ്ട, കല്ലെറിയണം, ഈ പറക്കും തളിക അല്ലെങ്കിൽ തിളക്കം ഇതുപോലുള്ള സിനിമകൾ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ ടി വി നമ്മൾ എറിഞ്ഞു പൊട്ടിക്കണം, കാണരുത് നമ്മൾ. നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയൂ. ഇനി മഞ്ജു വാര്യർ, മഞ്ജു ചേച്ചി ഇന്നലെ ഒരു പോസ്റ്റ്, തമിഴ്നാട് ലൈവ് വന്നെന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഇല്ലടേ. മഞ്ജു ചേച്ചി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടു, മനസ്സിലായില്ലേ? ആ പോസ്റ്റിൽ മഞ്ജു ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ ഒന്ന് വായിച്ചു തരാം. സംഭവം ഇതാണ്: ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട്, പക്ഷേ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാൻ ആവില്ല. കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടു അല്ലേ? പെട്ടിട്ടുള്ളൂ. ഇത് ആസൂത്രണം ചെയ്തവർ, അത് ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഞാനത് ആദ്യം തൊട്ട് പറയുന്നൊരു കാര്യമാണ്. അവന്മാരകത്ത് പോയി ഗൂഢാലോചന നടത്തിയ ഇവന്മാർക്ക് ഈ കൊട്ടേഷൻ കൊടുത്ത ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. അയാൾ ഇപ്പോഴും പുറത്ത് നടപ്പുണ്ട്. ആരാണെന്ന് എനിക്കും അറിയത്തില്ല കേട്ടോ. അത് തന്നെയാണ് മഞ്ജു ചേച്ചിയും പറയുന്നത്. പോലീസും നിയമ സംവിധാനത്തിലും ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തിനുള്ള വിശ്വാസം ദൃഢമാക്കാൻ അത് കൂടി കണ്ടെത്തിയേ തീരൂ. ഇത് അവൾക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ ഓരോ പെൺകുട്ടിക്കും, ഓരോ സ്ത്രീക്കും, ഓരോ മനുഷ്യർക്കും കൂടി വേണ്ടിയാണ്. അവർക്ക് തൊഴിലിടങ്ങളിലും തെരുവിലും ജീവിതത്തിലും സ്വധൈര്യം തല ഉയർത്തിപ്പിടിച്ച് ഭയപ്പാടില്ലാതെ നടക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായേ തീരൂ. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം. നല്ല കാര്യം, ഞാൻ യോജിക്കുന്നു, ചേച്ചി പറഞ്ഞതിനോട് യോജിക്കുന്നു. അതോടൊപ്പം തന്നെ മഞ്ജു ചേച്ചിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സാധാരണക്കാരായ എന്നെ പോലുള്ള ആളുകളോട്, കഴിഞ്ഞ ദിവസം 21 വയസ്സുള്ളൊരു പയ്യൻ 19 വയസ്സുള്ളൊരു പെണ്ണിനെ ഇല്ലാതെയാക്കി. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ എന്താരും വരാത്തത്? കൈകളോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ആ പെൺകുട്ടിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളും വരാത്തത്? ഒരു സംഘടനയും വരാത്തത്? ഇതുപോലുള്ള വലിയ വലിയ സെലിബ്രിറ്റീസ് എന്താണ് വരാത്തത്? ഇവരൊന്നും ആരും ആ വാർത്ത അറിയുന്നില്ലേ? ഇവരുടെയൊക്കെ വാർത്ത നമ്മൾ അറിയുന്നുണ്ടല്ലോ. ബസ്സിൽ കിടന്നോണ്ട് എന്തിന് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ടല്ലോ. വീണ്ടും ഞാൻ പറയുന്നു, ആലോചിക്കുക. ഇങ്ങനെ ഈ നടന്മാർക്ക് വേണ്ടി കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നവര്, ഓക്കെ, അതായത് ആ നടൻ ശരിയല്ല, അവന്റെ സിനിമ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒച്ച ഉണ്ടാക്കുന്നവരൊന്ന് ആലോചിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഗുണമോ ഇല്ല ദോഷമോ ഇല്ല ഈ കാര്യത്തിനകത്തു നിന്നൊക്കെ. നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലുമൊക്കെ ഗുണവും ദോഷമൊക്കെ നമ്മളെ ബാധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് ബാധിക്കുന്നുണ്ടെങ്കിൽ, അത് ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഇവിടുത്തെ കോടതി വഴിയും പോലീസുകാർ വഴിയും ഒക്കെ സോൾവായി നീതി കിട്ടുമ്പോൾ മാത്രമേ അതൊക്കെ നമുക്ക് ഗുണമായിട്ട് മാറത്തുള്ളൂ. പിടികിട്ടിയില്ലേ? അത് നിങ്ങളൊന്ന് ആലോചിക്കുക. പിന്നെ വലിയ വലിയ കേസുകൾ വരുമ്പോൾ, ഇതുപോലുള്ള സിനിമാക്കാരുടെ കേസ് വരുമ്പോൾ നമുക്കൊന്ന് കണ്ടിരിക്കാം ഇവിടുത്തെ കോടതി നിയമമൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന്. ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാരുടെ കാര്യം വരുമ്പോഴും നീതി കിട്ടുന്നുണ്ടോ, നീതി നിഷേധിക്കപ്പെടുന്നത് എങ്ങനെ, ഇതൊക്കെ നമുക്കൊന്ന് കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. സാധാരണക്കാരൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എല്ലാം തദൈവയാണോ അല്ലേ? ഞാൻ വീണ്ടും പറയും, ആ കൊച്ചിൻ്റെ മുങ്ങിപ്പോയി 2-3 ദിവസമൊക്കെ എല്ലാവരും ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് പോയി. ആ തല്ലിക്കൊന്നവൻ അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവൻ കൂട്ടുപോലെ പുറത്തിറങ്ങി നടക്കുകയും ചെയ്യും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നത് മുഴുവൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്, മനസ്സിലായില്ലേ? വീണ്ടും പറയുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി നമ്മുടെ അതിജീവിത, അത് ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ. കുറച്ച് കാര്യങ്ങൾ വരാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് വായിച്ചു തരാം. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടിരിക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പെട്ടെന്നൊന്ന് വായിച്ച് വിടാം. അതിനകത്ത് എൻ്റെ 1-2 സംശയങ്ങൾ കൂടെ ഉണ്ട്. ഞാൻ അതും കൂടെ ഒന്ന് പറയാം. നിങ്ങൾക്കും ഈ സംശയങ്ങൾ വന്നു കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തുടക്കം. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ, ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനമെന്നോണം വെളിച്ചത്തിൻ്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ വേദനകളെ നുണയെന്നും ഈ കേസ് കെട്ടി ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധിയെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടുന്നുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു.
അതുപോലെ ഒന്നാം പ്രതി എൻ്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധമായ നുണയാണ്. അയാൾ എൻ്റെ ഡ്രൈവറോ എൻ്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 പ്രൊഡക്ഷനിൽ നിന്നും നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുമ്പ് 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. ഈ വിധി പലരെയും ഒരു പക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം. എന്നാൽ എനിക്കതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്തുവെന്ന രീതിയിൽ നിന്നും മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്നും ഈ കേസ് മാറ്റണമെന്നുള്ള എൻ്റെ എല്ലാ ഹർജികളും പക്ഷെ നിഷേധിക്കുകയായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിൻ്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? അതായത് അവർക്ക് അതിജീവിതയ്ക്ക് നേരത്തെ 2020 അവർക്ക് മനസ്സിലായതാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല. കുറച്ചെണ്ണത്തിന് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കൊടുക്കും. ഈ ഗൂഢാലോചന നടത്തിയ ടീം അതാരാണെന്ന് ഇപ്പോഴും നമുക്കറിയത്തില്ല. അവനൊക്കെ സുഖമായിട്ട് രക്ഷപ്പെട്ട് പോകും. അവനൊന്നും ഒരിക്കലും നിയമത്തിൻ്റെ മുമ്പിൽ എത്തില്ല എന്നുള്ളൊരു സാധനം അവർക്ക് നേരത്തെ മനസ്സിലായതായിരുന്നു എന്നവർ പറയുന്നുണ്ട്. ഈ 2020 നിങ്ങൾക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഇങ്ങനെ ആയിരിക്കും, ഉടായിപ്പായിരിക്കും എന്ന് നിങ്ങൾക്ക് അന്നേ മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ ഹൈക്കോർട്ടിലും സുപ്രീം കോർട്ടിലും ഒക്കെ അപ്പീൽ, നിങ്ങൾ അവിടെയൊക്കെ ഹർജി കൊടുത്തിട്ടും ഒന്നും എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ പോയിന്റിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നടിക്കാമായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം. മനസ്സിലായോ? എങ്ങും എത്തില്ല. പിന്നെയും ഇതിനകത്ത് വേറെ 2 പെർസ്പെക്റ്റീവ് ഉണ്ട്. ഒന്ന്, എൻ്റെ ഈ ചോദ്യത്തിൽ തന്നെ എൻ്റെ അപ്പുറത്ത് നിന്ന് ഞാൻ ഇതിൻ്റെ ഉത്തരവും പറയാം. വേറൊന്നുമല്ല, ചിലപ്പോൾ അവർ ചിന്തിച്ച് കാണും, അതായത് പോട്ടെ എന്തോ ആയിക്കോട്ടെ, കുറച്ചെണ്ണത്തിലെങ്കിലും ആദ്യത്തെ എന്നെ ഉപദ്രവിച്ചവന്മാർക്കെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ശിക്ഷ കിട്ടും എന്ന് കരുതിയിട്ടായിരിക്കാം. ചിലപ്പോൾ അവർ പിന്നെ കേസ് നടക്കുകയാണ്, അവർക്ക് അങ്ങനെ ഓപ്പണായിട്ട് വന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നാലും ഇനി ഇപ്പുറത്തേക്ക് വരാം, നല്ല പിടിപാടുള്ള ആളാണ് ഇതിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ, അയാൾക്ക് നീതി അല്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ കിട്ടത്തില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, അത് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ, അയാൾക്ക് ശിക്ഷ കിട്ടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എല്ലാം ഭേദിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ഇത് തുറന്നു പറയാമായിരുന്നില്ലേ? എനിക്കറിയില്ല, നിയമപരമായിട്ട് ചിലപ്പോൾ അത് തെറ്റായിരിക്കാം, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. സംശയം ചോദിച്ചതേ ഉള്ളൂ. നമുക്ക് ബാക്കി ഇനിയും പറയാം. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിൻ്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാച്ചുള്ളവൻ ടോപ്പിൽ, നമ്മളൊക്കെ ഇത്ര ഉള്ളടേ. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഞാനും വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം എപ്പോഴും ശരിയാവണമെന്നില്ല. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായി കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക, അതിനാണ് നിങ്ങൾ പണം വാങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് കണ്ടപ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നി. മനസ്സ് തട്ടി അവർ അത് എഴുതിയതുപോലെ തോന്നി. കാരണം ഒരുപാട് വൃത്തികെട്ട കഥകൾ പരക്കുന്നുണ്ട് ഒരു സൈഡിലൂടെ. നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളതൊന്നും ഡിസ്കസ് ചെയ്യത്തില്ല. കാരണം നമുക്ക് അതിൻ്റെ ഒന്നും സത്യാവസ്ഥ അറിയത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിനുശേഷം അവർ ഈ ട്രയൽ കോടതിയിൽ അവരുടെ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അവർ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ പെട്ടെന്ന് വായിച്ചേക്കാം. ഈ കേസിൽ എൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു.
അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതം ഉണ്ടെന്ന് തോന്നൽ ഉറപ്പായതിനാലാണ് അത്. മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നു പരിഗണിക്കണം എന്ന ആവശ്യമായി ഹർജി കക്ഷി ചേർത്തു. ഇത് എൻ്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതുമായിരുന്നു. ഇത് എൻ്റെ സംശയത്തിനും ബലം കൂട്ടുന്നു. കാരണം എന്തിനാണ് അതിജീവിതയ്ക്ക് സംശയം തോന്നി, ഇത് കറക്റ്റായിട്ടല്ല പോകുന്നത്, അവർ അപ്പീൽ കൊടുത്തു. ഉടനെ അപ്പുറത്ത് നിൽക്കുന്ന ടീമുകൾ എന്തിനാണ് ഇതെല്ലാം കറക്റ്റാണ്, ഇയാൾ തന്നെ മതി എന്ന് പറഞ്ഞ് തർക്കിക്കേണ്ട കാര്യം അത് എനിക്കും സംശയം ഉയർത്തുന്നു. കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ എന്തുകൊണ്ടാണെന്ന്. അടുത്തത്, എൻ്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായും വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ കേസിന്റെ നടപടികൾ ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളിലും മാധ്യമങ്ങളിലും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷയും തീർത്തും നിഷേധപ്പെട്ടിരിക്കുകയായിരുന്നു. അത് എന്തിനാണത് നിഷേധിക്കേണ്ട കാര്യം? വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ അവർ ചോദിച്ചുള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങൾ വരും. സംശയങ്ങൾ എനിക്കും ഉണ്ട്, മനസ്സിലായില്ലേ? പക്ഷെ തെളിവുകളില്ല, തെളിയിക്കപ്പെടണം. സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് അവർ. സുപ്രീം കോടതിയല്ല, ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കട്ടെ. അവിടെ നടന്നില്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് പോട്ടെ. എൻ്റെയും ആഗ്രഹം ഒറ്റ കാര്യമാണ്. ഇതിൻ്റെ പുറകിൽ ആ അതിജീവിതയെ, അവരുടെ വിഷമം നിങ്ങൾ കണ്ടല്ലോ. അവർ അത്രയും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഈ അവരെ ഉപദ്രവിച്ചവന്മാരല്ല, അവന്മാരെ കൊണ്ട് ആരാണോ ചെയ്യിപ്പിച്ചത് അയാൾ ശിക്ഷിക്കപ്പെടണം. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞ് എനിക്കറിയത്തില്ല അത് ആരാണെന്ന്, പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞു ഒരു നടനെ നമ്മൾ ചുമ്മാ കല്ലെറിയരുത്. തെളിയട്ടെ, തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കല്ലെറിയാം. അതല്ലേ അതിൻ്റെ ശരി. അപ്പോഴും സിനിമയോട് അതിൻ്റെ വൈരാഗ്യം കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. എനിക്കങ്ങനെ തോന്നുന്നില്ല. അതൊക്കെ വളരെ മോശം. സിനിമയെ നിങ്ങൾ സന്തോഷിക്കുന്ന ഒരു മരുന്നായി മാത്രം, സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നായിട്ട് മാത്രം, പ്രത്യേകിച്ച് കോമഡി പടങ്ങളെ അങ്ങനെ എടുത്താൽ മതി. ബാക്കിയൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ്, എല്ലാം അങ്ങനെ എടുക്കൂ. എൻ്റർടൈൻമെൻ്റ് ആയിട്ട് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം, അങ്ങനെ എടുക്കുക. അല്ലാതെ അതിനകത്തുള്ള ആൾക്കാരെ നിങ്ങൾ പോയിട്ട് പൂജിക്കാനോ അതിൻ്റെയൊക്കെ ആവശ്യം എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബിയോണ്ട്.